യതീഷ് ചന്ദ്ര IPSന്റെ ആ ഒരൊറ്റ വീഡിയോ സ്റ്റാറ്റസ് ആക്കിക്കൊണ്ട് പോലീസുകാർ അതിശക്തമായി തന്നെ ചില മറുപടികൾ നൽകിയിരിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഏതായാലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് വലിയ പൊല്ലാപ്പുകൾ ചോദ്യങ്ങൾ. ആഭ്യന്തര വകുപ്പിനുള്ളിൽ പോലീസുകാർ തന്നെ പല വിഷയങ്ങളിലും കൂട്ടയടി തുടരുകയാണോ അതോ ആശയക്കുഴപ്പങ്ങളാണോ? ഏതായാലും തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിലും ചടങ്ങുകളിലും ഈ വർഷമുണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം കമ്മീഷണർ അങ്കിത് അശോകന്റെ തെറ്റായ ഇടപെടലാണെന്ന വ്യാപക പരാതി ഉയർന്നതിനിടെ മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ തൃശൂർ പൂരപ്പറമ്പിലെ വീഡിയോ സ്റ്റാറ്റസാക്കി തൃശൂരിലെ പോലീസുകാർ. നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അമർഷമാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ട്. യതീഷ് ചന്ദ്ര കമ്മീഷണറായിരുന്നപ്പോൾ പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തിനൊപ്പം ആവേശത്തോടെ യതീഷ് ചന്ദ്ര പങ്കുകൊള്ളുന്നതും പൂരപ്രേമികളോട് മാന്യമായി പെരുമാറുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം. വെള്ളിയാഴ്ച രാത്രിയോടെ പൂരപ്രേമികൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പോലീസിന്റെ അനാവശ്യ ഇടപെടൽ കാരണം ചരിത്രത്തിൽ ആദ്യമായി തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയുണ്ടായി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള പോലീസ് നടപടിയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും മറ്റും അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എടുത്തുകൊണ്ടു പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ ആക്രോശം. ഇതിനിടെയാണ് മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോ പോലീസുകാർ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം പൂരത്തിനിടെയുണ്ടായ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, CPMന് നേരെ, സർക്കാരിന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സമയത്ത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും പല ചോദ്യങ്ങളും ചോദിക്കുകയുമാണ്. തൃശൂരിൽ CPMന് വൻ പണി കിട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇനി തൃശൂർ പൂരം അലങ്കോലമായതിനും മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തം. തൃശൂർ പൂരത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ആസൂത്രിതമെന്നുള്ള ആക്ഷേപവുമായി പലരും രംഗത്ത് വന്നതോടെ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും വീണ്ടും ചോദ്യങ്ങൾ. ഇക്കുറി മാസങ്ങൾക്ക് മുൻപ് മുതൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് ആക്ഷേപം. പ്രതിസന്ധി സൃഷ്ടിച്ച പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് പൂരം സംഘാടകർ പറയുന്നത്. പൂരം പ്രദർശന നഗരിയുടെ വാടക കുത്തനെ കൂട്ടിച്ചോദിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത്. 40 ലക്ഷം രൂപയോളമാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത്. ഇത് 2 കോടിയായി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു. ഇത്രയും തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടർന്നു. പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയില്ല. പൂരം സംഘാടകർ പലവട്ടം പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ല. ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പഴയ വാടകയും 8% വർധനയും മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകിയിരുന്നു. അത് ഇക്കുറി സംഘാടകർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലിയായിരുന്നു അടുത്ത ഉടക്ക്. ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ 50 മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തി. കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനുമില്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നത്. പൂരത്തിന്റെ തലേന്നും ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനംവകുപ്പ് ശ്രമം തുടർന്നു. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി. രാത്രി 11 മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി K രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. 7 മണിക്കൂറിന് ശേഷം രാവിലെ 6-നാണ് മന്ത്രി രാജൻ എത്തിയത്. ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല. പൂരം സുഗമമായി നടത്താനാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് സംഘാടകരെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് 2 വർഷം മുൻപ് അവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിന് ആവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത്. ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാകും. സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കം ആരംഭിച്ചത് എന്നാണ് ആക്ഷേപം.